പ്രേമസ്വരൂപികൾ ആത്മസ്വരൂപികളായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. എല്ലാം ശാന്തമായ ഒരു ഒഴുകുന്ന നദിയെ നമ്മൾ നോക്കിയിരിക്കുന്നത് പോലെ, എങ്ങനെ ആസ്വദിക്കാൻ നമ്മൾ ആ ഒഴുക്കം നോക്കിയിരിക്കുന്ന പോലെ ആ മനസ്സിന് ശാന്തതയിലേക്ക് കൊണ്ടുപോകാം. ആ ഒരു മനോഭാവം നമ്മൾ വളർത്തിയെടുക്കണം. ഈ നദിയുടെ ഒഴുക്കിന് നമ്മൾ നോക്കിക്കാണുന്നത് പോലെ ഈ ലോകത്തിലെ പ്രശ്നങ്ങൾ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കും. ഇപ്പം നമ്മൾ ആ നീന്തുവറിയില്ല അല്ലെങ്കിൽ ചാടുന്ന പോലാണ്. അപ്പോൾ നമ്മൾ മുങ്ങിച്ചകത്ത്. അതിനാണ് അപ്പുറത്തെ വീട്ടിലെ കൂട്ടുകാരുടെ ഭർത്താവ് എത്തപ്പോൾ കരയിലേടി മരണം അനിവാര്യമാണ്, ഇന്നല്ലേ നാളെ മരിക്കും, ബൾബ് പീസാകുന്നതുകൊണ്ട് കറണ്ട് നശിക്കുന്നില്ല, അതുകൊണ്ട് നീ കരയല്ലേ, സമാധാനപ്പെടെ ആശ്വസിപ്പിച്ച് പോയി. 5 ദിവസം കഴിഞ്ഞ് എൻ്റെ ഭർത്താവ് മരിച്ച് വലിയ വയലെ വിളി വയ്ക്കുകയാണ്. അപ്പം മറ്റേ സ്ത്രീ ചോദിച്ചു, നീയല്ലേ എന്നോട് പറഞ്ഞത് മരണം അനിവാര്യമാണ്, ഇന്നല്ലേ നാളെ മരിക്കും, ബൾബ് പീസാകുന്നതുകൊണ്ട് കറണ്ട് നശിക്കുന്നില്ല, എന്നൊക്കെ നീയല്ലേ എന്നോട് പറഞ്ഞത്. അത് പിന്നെ നീ എന്തിനോട് കരയുന്നത്? അത് നിൻ്റെ ഭർത്താവിൻ്റെ കാര്യം, ഇത് എൻ്റെ ഭർത്താവിൻ്റെ കാര്യമാണ്. എങ്ങനെയാണ് നമ്മുടെയൊക്കെ സാക്ഷി? അതല്ല പറയുന്നത്. ആ അമ്മയ്ക്ക് അത് പറയാനുള്ള ശക്തി എങ്ങനെ ഉണ്ടായി? മാറി നിന്ന് കണ്ടുകൊണ്ടാണ് ശക്തി കിട്ടിയത്. കര കാണാത്തൊരു കരുണ അലയിളകും നൻപിൻ പെരുമ നിലയറിയാത്ത നേതാന്ത നിയോഗം നിലയറിയാത്ത നേതാന്ത നിയോഗം അറിയുകയൻ ഗുരുവേ. ഒരാളെ കാരുണ്യപൂർവ്വം പരിഗണിക്കുന്നത് തന്നെ that itself is service to humanity. വേറൊന്നും ചെയ്തു കൊടുക്കേണ്ട ഒന്നും വേണ്ട. അമ്മ പറയാം, ഒന്ന് കേട്ടാൽ മതി, അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് ശ്രദ്ധിച്ചൊന്ന് കേട്ടാൽ മതി. ജസ്റ്റ് ലിസണിങ് ടു ദെയർ പ്രോബ്ലംസ്, അതൊരു സർവീസാണ്. അപ്പം മനുഷ്യയജ്ഞ. അടുത്തത് ഭൂതയജ്ഞ, സർവീസ് ടു ലോവർ ബീയിങ്സ്, നമ്മളെക്കാളും താഴ്ന്നത് എന്ന് നമ്മൾ വിചാരിക്കുന്ന ജീവികൾ. അതാരൊക്കെയാണ്? ആനിമൽ കിങ്ഡം ആൻഡ് പ്ലാന്റ് കിങ്ഡം, മൃഗങ്ങളും വൃക്ഷങ്ങളും വൃക്ഷലതാദികൾ. അതാണ് നമ്മൾ തുളസിയെ ആരാധിക്കുന്നത്. യഥാർത്ഥത്തിൽ തുളസിയെ മാത്രം ആരാധിക്കുകയല്ലത്, ഒരു പ്രതീകമാണ്. ഇറ്റ്സ് സിംബോളിക്. എല്ലാ ജീവജാലങ്ങളെയും നമ്മൾ ആദരിക്കുന്നു, ആരാധിക്കുന്നു. ഇപ്പം പശുവിനെ ആരാധിക്കുന്ന സമ്പ്രദായം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പ്യൂറസ്റ്റ് ഫോമിലുള്ള ഒരെണ്ണത്തിനെ നമ്മൾ സിമ്പിളായിട്ട് എടുക്കുകയാണ്. പശു കൊടുക്കുകയാണ്. Cow gives everything. So that's a symbol. ഇപ്പൊ പശുവിനെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ അനിമൽ കിങ്ഡത്തിനെ മുഴുവനായി നമ്മൾ ആരാധിക്കുന്നു, അതിനെയെല്ലാം നമ്മൾ ഈശ്വരനായി കാണുന്നു. തുളസിയെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ വൃക്ഷലതാദികളെ എല്ലാം നമ്മൾ അതിലെല്ലാം ഈശ്വരനെ കാണുന്നു എന്നർത്ഥം. അതാണ് അമ്മ പറയും, പ്രൊട്ടക്റ്റിംഗ് ആൻഡ്
preserving nature with love and compassion is everyone's duty. എല്ലാവരുടെയും ധർമ്മമാണ്. When we love nature, nature in turn will shower its blessing on us. നമ്മൾ പ്രകൃതിയെ രക്ഷിക്കുമ്പോൾ, സംരക്ഷിക്കുമ്പോൾ, പ്രകൃതി നമ്മളെ സംരക്ഷിക്കുന്നു, പ്രകൃതി നമ്മളെ അനുഗ്രഹിക്കുന്നു. എന്താണത്? ഇത്രയും പറഞ്ഞത് 5 എണ്ണം. പഞ്ചമഹായജ്ഞം, അത് നിഷ്കാമ കർമ്മത്തിൽപ്പെടുന്നതാണെന്നാണ്. നിഷ്കാമകർമ്മം, പഞ്ചമഹായജ്ഞം. ഇനിയും സകാമകർമ്മ. സകാമകർമ്മ, these are karmas or actions born out of one's desires. ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾക്ക് അനുസരണമായിട്ട് ചെയ്യുന്ന കർമ്മമാണ് സകാമകർമ്മം. കാമത്തോടു കൂടിയ കർമ്മം, ആഗ്രഹത്തോടു കൂടിയ കർമ്മം. നമ്മുടെ ശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ ഒരു യുണീക് നേച്ചർ എന്ന് പറയുന്നത്, വേദാസ് does not condemn possession of a house, car, material possessions. ഭൗതികമായ നേട്ടങ്ങൾ, ഇപ്പൊ കാർ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നല്ല വീടുണ്ടാകുന്നു, സമ്പത്ത് കുറച്ചുണ്ടാകുന്നു, നല്ലൊരു TV വാങ്ങുന്നു, അങ്ങനെയുള്ള ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറുന്നതിനെ ഒരിക്കലും കുറ്റപ്പെടുത്തുന്നില്ല സനാതന ധർമ്മം.